ഹലോ, ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ട്രാൻസിസ്റ്റർ എന്താണെന്നും അതെങ്ങനെയാണ് കോമൺ ബേസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്നും ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് കോമൺ എമിറ്ററായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എമിറ്ററാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഈ കേസിൽ നമ്മുടെ എമിറ്ററാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ കോമൺ ബേസ് എന്ന് പറഞ്ഞപ്പോൾ ബേസ് ആയിരുന്നു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടിരുന്നത്. ഇവിടെ ഇപ്പം കോമൺ എമിറ്റർ ആയതുകൊണ്ട് എമിറ്ററാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വെച്ചേക്കുന്നത്. ഇനിയിപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസിനും എമിറ്ററിനും ഇടയ്ക്കാണ് നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയ്ക്ക് നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ RLനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ മെഷർ ചെയ്യുക. ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് എമിറ്ററിനും ബേസിനും ഇടയ്ക്കുള്ള വോൾട്ടേജാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് എമിറ്ററിനും കളക്ടറിനും ഇടയ്ക്കുള്ള വോൾട്ടേജാണ്. അതേപോലെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ടാണ്, IB ആണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്. ഓക്കെ, NPN ആണെങ്കിലും PNP ആണെങ്കിലും പല പുസ്തകത്തിനകത്ത് പല ഡയഗ്രാം ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. ഇനി എൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ് നോക്കുന്നത്. X ആക്സിസിൽ നമ്മൾ വോൾട്ടേജ് പ്ലോട്ട് ചെയ്യുന്നു. ഇൻപുട്ട് വോൾട്ടേജ് അത് ബേസിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഇൻപുട്ട് കറണ്ടാണ് നമ്മൾ Y ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. ബേസ് കറണ്ടാണ് ഇവിടെ വരിക. ഓർത്തോളൂ, ബേസ് കറണ്ട് വളരെ വളരെ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് കറണ്ട് മെഷർ ചെയ്യുന്നത് മൈക്രോ ആംപിയറിലാണ്. ഓക്കെ, അപ്പം ആ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യമൊക്കെ അതായത് വോൾട്ടേജ് വളരെ കുറഞ്ഞിരിക്കുമ്പോഴേക്കും കറണ്ട് 0 ആണ്. എന്നിട്ട് വോൾട്ടേജ് കൂടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ കറണ്ട് കൂടുന്നുണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോർവേഡ് ബയാസ്ഡ് ഡയോഡിൻ്റെ പോലത്തെ തന്നെ ക്യാരക്ടറിസ്റ്റിക്കാണ് ഇവിടെ വരുന്നത്. ഇത് കാണിച്ചേക്കുന്നത് 2 VCE വാല്യൂവിൽ കാണിച്ചിട്ടുണ്ട്. 1 വോൾട്ടിലും കാണിച്ചിട്ടുണ്ട്, 10 വോൾട്ടിലും കാണിച്ചിട്ടുണ്ട്. അത് ഇത്രയും VCE ഇത്രയും വ്യത്യാസം വരുമ്പോഴും ഈ കറണ്ടിൽ ഒരുപാട് അങ്ങ് വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് കാണിക്കാനായിട്ടാണ്. എന്നാൽ നമ്മൾ CB അറേഞ്ച്മെൻറ്റ്, കോമൺ ബേസ് അറേഞ്ച്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്താൽ ഇൻപുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് ലെസ് റാപ്പിഡ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് കോമൺ എമിറ്റർ എന്ന് പറയുന്നത് ഹയർ ദാൻ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് കോമൺ ബേസ് ആണ്. നിങ്ങളത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അതായത് കണക്ഷൻ ആണെങ്കിലും ശരി, ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും ശരി, എല്ലാം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. കോമൺ ബേസിന് എങ്ങനെയാണ് വരിക, കോമൺ എമിറ്ററിന് എങ്ങനെയാണ് വരിക, അപ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റേഷ്യോ ആണ്. എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഏത് വോൾട്ടേജ് ആണുള്ളത്? ചേഞ്ച് ഇൻ VBE. BE എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് എമിറ്റർ വോൾട്ടേജ്. ബേസ് എമിറ്റർ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ എത്രമാത്രം ബേസ് കറണ്ട് മാറുന്നുണ്ട്, ആ റേഷ്യോ ആണ് നമ്മളുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഈ ഇക്വേഷൻ പഠിക്കുക. എന്നിട്ട് ആ ഇക്വേഷൻ്റെ തന്നെ എക്സ്പ്ലനേഷനാണ് ഡെഫിനിഷനായിട്ട് വരുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് VEയിലാണ്, VCE, കളക്ടർ എമിറ്റർ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ VBE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB അറ്റ് കോൺസ്റ്റൻറ്റ് VCE. അതായത് റേഷ്യോ ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് VCE. ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് X ആക്സിസിൽ വരിക, ഔട്ട്പുട്ട് കറണ്ടാണ് Y ആക്സിസിൽ വരിക. IC കുറച്ചും കൂടെ കൂടുതലാണ്, അതുകൊണ്ട് അത് മില്ലി ആംപിയറിലാണ് മെഷർ ചെയ്യുന്നത്. എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. IB ആണ് ഏറ്റവും കുറവുണ്ടാവുക. അപ്പോൾ IB മാത്രമാണ് നമ്മൾ മൈക്രോ ആംപിയറിൽ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെയും നമ്മൾ നേരത്തെ ഉള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം, VCE വളരെ കുറവാണെന്ന് വിചാരിക്കുക. തീരെ കുറവാണ് VCE എങ്കിൽ VCE കൂടുന്നതിനനുസരിച്ച് IC കൂടുന്നുണ്ട്. പക്ഷെ ഒരു റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ VCE എത്ര കൂട്ടിയാലും IC അങ്ങനെ അധികമായിട്ട് കൂടുന്നില്ല.
ഇത് തന്നെ 3 IB വോൾട്ടേജിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ മെഷർമെൻറ്റ് എടുക്കുമ്പോഴേക്കും IB 5 മൈക്രോ ആംപിയർ ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് VCE കൂട്ടി കൊടുത്തു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള IC എത്രയാണെന്ന് മെഷർ ചെയ്ത് പ്ലോട്ട് വരച്ചു. അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് IB 10 മൈക്രോ ആംപിയർ ആയിട്ട് ഫിക്സ് ചെയ്തു. വീണ്ടും 0 മുതൽ ഒരു 5-6 വോൾട്ട് വരെ നമ്മുടെ VCE കൂട്ടി കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് IC എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കുന്നത്. നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പ്ലോട്ട് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, തീരെ ചെറിയ വോൾട്ടേജിന് കറണ്ട് വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ആ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് എത്ര കൂട്ടിയാലും കറണ്ടിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഏത് ത്രെഷോൾഡ് എന്ന് പറഞ്ഞില്ലേ, ഒരു വോൾട്ടേജ് വരെ കറണ്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വോൾട്ടേജിനെയാണ് നമ്മൾ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറയുന്നത് കേട്ടോ. കളക്ടർ കറണ്ട് വേരീസ് വിത്ത് VCE only between VCE equal to 0 and VCE equal to 1 volt. നമ്മൾ നേരത്തെ പറഞ്ഞ് സെയിം സാധനം തന്നെയാണ്. കോമൺ ബേസിൻ്റെ കാര്യത്തിലും ഏകദേശം ഇതേ കാര്യം തന്നെ പറഞ്ഞായിരുന്നു. തീരെ കുറച്ചാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്കിൽ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കറണ്ട് ഒന്ന് മാറുന്നുണ്ട്. പക്ഷേ നമ്മൾ ട്രാൻസിസ്റ്റർ ആ റീജിയനിൽ ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് കുറച്ചും കൂടെ കൂട്ടി വയ്ക്കുകയാണ് എങ്കിൽ പിന്നെ കറണ്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ആ റീജിയനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം ഡെഫിനിഷൻ ഓഫ് നീ വോൾട്ടേജ് വരുന്നുണ്ട് ഇവിടെ. ദ വാല്യൂ of VCE up to which the collector current changes with VCE is called the knee voltage. ട്രാൻസിസ്റ്റർ നീ വോൾട്ടേജിനേക്കാളും കൂടിയ വോൾട്ടേജിലാണ് നമ്മൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി വെരി ലാർജ് ചേഞ്ച് ഇൻ VCE റിസൾട്ട്സ് ഇൻ വെരി സ്മോൾ ചേഞ്ച് ഇൻ IC. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, അതായത് ഈ ത്രെഷോൾഡ് കഴിഞ്ഞാൽ നീ വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ VCE ഒരുപാട് കൂട്ടിയാലും IC അങ്ങനെ അധികം കൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ CBയുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ CBയുടെ ഗ്രാഫിനെക്കാട്ടിലും കൂടുതൽ ചരിവ് ഇതിനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് CBയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ CEക്ക് കുറവാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട്. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ആണ്. എന്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം, നമ്മളിവിടെ IB ആണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് അറ്റ് കോൺസ്റ്റൻറ്റ് IB ആണ് നമ്മുടെ എന്ത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്. CBയുടെ കേസിൽ നമ്മളൊരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അവിടെ ആൽഫ എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ബീറ്റയാണ്, അതായത് കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ബീറ്റ എന്നാണ് പറയുന്നത്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB ആണ്. റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട്. ഇങ്ങനെ ഓർത്താൽ മതി. അതായത് ഔട്ട്പുട്ട് കറണ്ടും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എപ്പോഴും നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. കോമൺ എമിറ്ററിലാകുമ്പോഴേക്കും ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IC ആണ്, ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IB ആണ്. അപ്പോൾ അതുകൊണ്ട് ആ റേഷ്യോ ആണ് എടുക്കുന്നത്. കോമൺ ബേസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റേഷ്യോ എടുക്കും. ഇനി കോമൺ കളക്ടർ ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള റേഷ്യോ ആയിരിക്കും എടുക്കുന്നത്. ഇത് മാത്രം ഓർത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അതിനനുസരിച്ചിട്ട് ഡെഫിനേഷൻ എങ്ങനെ എഴുതുന്നത്, ആ ഇക്വേഷൻ തന്നെ എക്സ്പ്ലനേഷനാണ് ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് വരിക. ഇനി നമ്മൾ നേരത്തെ ആൽഫയുടെ കാര്യത്തിലും പറഞ്ഞാണ്, നമ്മൾ DC വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഡെൽറ്റ എന്ന് എഴുതേണ്ട കാര്യമില്ല. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, IC ബൈ IB എന്ന് മാത്രം എഴുതിയാൽ മതി. ഇത് സാധാരണ പ്രോബ്ലത്തിനാണ് നമുക്ക് ആവശ്യം വരിക. ഓക്കെ, ബീറ്റയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 20 മുതൽ 200 വരെയൊക്കെയാണ് സാധാരണ റേഞ്ച് ഉണ്ടാവുക. ഇനി ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഇത് തമ്മിൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. ആൽഫയുടെ ഡെഫിനേഷൻ ആദ്യം എഴുതുന്നു, ബീറ്റയുടെയും ഡെഫിനേഷൻ എഴുതുന്നു.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറണ്ടുകൾ തമ്മിലുള്ള റിലേഷൻ അറിയാം. ഏത് ട്രാൻസിസ്റ്റർ എടുത്താലും IE എന്ന് പറഞ്ഞാൽ IBയുടെയും ICയുടെയും സമ്മായിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഡെൽറ്റ IE എത്രയാണെന്ന് ഡെൽറ്റ IBയുടെയും ഡെൽറ്റ ICയുടെയും ടേംസിൽ എഴുതുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ IB എത്രയാണ് എന്ന് എഴുതുന്നു. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇക്വേഷൻ 3 കിട്ടി. ഇനി ഇക്വേഷൻ 3 കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 3 കൊണ്ടുപോയിട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ മാത്രം ഡെൽറ്റ IE കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററും ഡിവൈഡ് ചെയ്യണം, ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യണം. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യൂ മാറുന്നില്ല. നമുക്ക് സൗകര്യമുള്ള രീതിയിലൊന്ന് മാറ്റി എഴുതാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? ബീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE ഉണ്ട്. പിന്നെ ഇവിടെ ഡെൽറ്റ IE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE ഉണ്ട്. ഇത് 1 ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഇവിടെയും ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE ഉണ്ട്. ഇനി നമ്മൾ ആൽഫയുടെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ എഴുതിയിരിക്കുന്നത് ആൽഫയാണ്. പിന്നെ ഡെൽറ്റ IE ബൈ ഡെൽറ്റ I എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇപ്പുറത്തേതും ആൽഫ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിലേഷൻ എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അതാണ് ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചോണം.